ലൈഫിൽ സക്സസ്ഫുൾ ആവാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുമായി ഹെൽപ്പ് ചെയ്യുന്ന പല പുസ്തകങ്ങളെ പറ്റി നമ്മൾ പല വീഡിയോസിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ ഒരു കോണ്ടന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ അമേരിക്കൻ ഓൺട്രപ്രണറും അതുപോലെ ഏഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ട് റേസിംഗ് കമ്പനിയുടെ കോ ഫൗണ്ടറുമായിട്ടുള്ള നാവൽ രവികാന്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ട്വീറ്റ് ത്രെഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു ഗെറ്റ് റിച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ലക്കി എന്നുള്ളതാണ് ഈ ഒരു ട്വീറ്റ് ത്രെഡിന്റെ പേര് എന്ന് പറയുന്നത്. ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് വെറും 39 ട്വീറ്റുകൾ ഉള്ള ഒരു ത്രെഡ് ആണെങ്കിൽ പോലും മില്യൺസ് ഓഫ് ആൾക്കാർ റീട്വീറ്റ് ചെയ്തിട്ടുള്ള, അത്രയും ആൾക്കാരെ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ത്രെഡാണ് ഹൗ ടു ഗെറ്റ് റിച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ലക്കി എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ട്വീറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേത് സീക്ക് വെൽത്ത് നോട്ട് മണി ഓർ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെൽത്ത് എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്തും പണം ഏൺ ചെയ്യാനുള്ള ആസറ്റ്സ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെൽത്ത് ആണ്, മറിച്ച് മണിയോ സ്റ്റാറ്റസോ അല്ല അദ്ദേഹം സീക്ക് ചെയ്യാനായി ആവശ്യപ്പെടുന്നത്. പലപ്പോഴും ആളുകൾ പണത്തിന് പുറകെ പോകുന്നത് പോലെ തന്നെ സ്റ്റാറ്റസിന് പുറകെ പോവുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ അവരുടേതായൊരു പ്ലേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ തീർച്ചയായിട്ടും വെൽത്തിന് ഇതുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുന്നു. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ ഹൈറാർക്കിയിൽ ജീവിക്കുമ്പോൾ അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലേസ് മാത്രമാണ്. എന്നാൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആസറ്റ്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് അനുസൃതമായിട്ടാണ് നമ്മൾ എത്രത്തോളം വെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ എന്നുള്ളതാണ്. പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരുപാടധികം കുറുക്കുവഴികളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരുപാടധികം അൺഎത്തിക്കൽ ആയിട്ടുള്ള, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടായിരിക്കും. പല വഴിവിട്ട രീതിയിലൂടെയൊക്കെ ആൾക്കാർ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. എന്നാൽ നാവൽ രവികാന്ത് പറയുന്നത് എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ എന്നാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇഗ്നോർ പീപ്പിൾ പ്ലേയിങ് സ്റ്റാറ്റസ് ഗെയിംസ് എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ പണത്തെ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ്. ഒരുപാടധികം പണം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും അധികം സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ലഭിക്കുക എന്നൊരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വെൽത്തും സ്റ്റാറ്റസും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് CEO ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ് എല്ലാ ദിവസവും വെയർ ചെയ്യുന്നത് ഒരേ നിറത്തിലുള്ള ബ്ലൂ കളർ ടീഷർട്ട് ആണ്. അദ്ദേഹം ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാടധികം സമയം ഈ പറയുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ സമയത്തെ വാല്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒരു സ്റ്റാറ്റസ് ഗെയിം കളിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വെൽത്ത് ജനറേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതുപോലെ അല്ലാതെ സ്റ്റാറ്റസ് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ പണം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ ഇഗ്നോർ ചെയ്യുക എന്നാണ് നാവൽ രവികാന്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാലാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റിച്ച് റെന്റിങ് ഔട്ട് യുവർ ടൈം. യു മസ്റ്റ് ഓൺ യുവർ ഇക്വിറ്റി എ പീസ് ഓഫ് ബിസിനസ് ടു ഗെയിൻ യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റിച്ച് ആവാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ അവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്തിന് റിട്ടേൺ ആയി മാത്രമേ പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം നമ്മളൊരു ബിസിനസ്സിന്റെ ഇക്വിറ്റി ഓൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇക്വിറ്റി ഓൺ ചെയ്യുക എന്ന് പറയുന്നത്. നവൽ രവികാന്തിന്റെ അഞ്ചാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് റിച്ച് ബൈ ഗിവിംഗ് സൊസൈറ്റി വാട്ട് ഇറ്റ് വാണ്ട്സ് ബട്ട് ഡസ് നോട്ട് യെറ്റ് നോ ഹൗ ടു ഗെറ്റ് അറ്റ് സ്കെയിൽ. അതായത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും നമുക്ക് ആ സൊസൈറ്റിയിൽ നിന്നും ഒരു മോണിറ്ററി ഗെയിൻ ലഭിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ പുതിയൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആ സൊസൈറ്റിയെ എത്രത്തോളം ലാർജറായിട്ട് നമ്മൾ ക്യാറ്റർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുമെന്നാണ് നവൽ രവികാന്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആറാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് പിക്ക് ആൻ ഇൻഡസ്ട്രി വേർ യു ക്യാൻ പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ലോങ് ടേം പീപ്പിൾ എന്നാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ലോങ് ടേമിൽ ആ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യും, അതുപോലെ എത്രത്തോളം ലോങ് ടേം പീപ്പിളിനെ നമുക്ക് അവിടെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി ലഭിക്കും എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ആ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും ആളുകൾ ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മേഖലയായിരിക്കും ആൾക്കാർ ചൂസ് ചെയ്യുക. എന്നാൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടേമിൽ നമുക്ക് ഇത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോങ് ടേം പീപ്പിളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഷോർട്ട് ടേം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ബിസിനസ്സിന് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് നമ്മൾ ഒരുപാടധികം ടൈമും എഫേർട്ടും ഒക്കെ തന്നെ വേസ്റ്റ് ആവാനുള്ള ഒരു പ്രവണത കൂടി ഇത്തരത്തിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അദ്ദേഹത്തിന്റെ 7ാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് ദി ഇന്റർനെറ്റ് ഹാസ് മാസീവ്ലി ബ്രോഡൻ ദി പോസിബിൾ സ്പേസ് ഓഫ് കരിയേഴ്സ് മോസ്റ്റ് പീപ്പിൾ ഹാവ് ഫിഗർ ദിസ് ഔട്ട് യെറ്റ്. അതായത് ഇന്റർനെറ്റിന്റെ അഡ്വന്റോട് കൂടി തന്നെ ഒരുപാടധികം പുതിയ കരിയറുകൾ ഓപ്പൺ ആവുകയും നല്ല രീതിയിലുള്ള സാധ്യതകൾ ഇന്ന് ആളുകൾക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മിക്ക ആളുകളും അത് ഫിഗർ ഔട്ട് പോലും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്റർനെറ്റിന്റെ ഈ ഒരു പൊട്ടൻഷ്യൽ ആൾക്കാർ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും ആ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ജോലികളിൽ തന്നെ ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നാവൽ രവികാന്തിന്റെ 8ാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് പ്ലേ ഇറ്ററേറ്റഡ് ഗെയിംസ് ഓൾ ദ റിട്ടേൺസ് ഇൻ ലൈഫ് വെദർ ഇൻ വെൽത്ത് റിലേഷൻഷിപ്സ് ഓർ നോളജ് കം ഫ്രം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അദ്ദേഹം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്വീറ്റിൽ സംസാരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ഇഫക്റ്റിനെ 8ാമത്തെ ലോകാത്ഭുതം എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ വരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടിങ് ഇഫക്റ്റ് നമുക്ക് ലൈഫിലെ ഏതൊരു മേഖലയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വെൽത്ത് ക്രിയേഷൻ ആയാലും റിലേഷൻഷിപ്സിലായാലും കണക്ഷൻ ബിൽഡിങ്ങിലായാലും നെറ്റ്വർക്കിങ്ങിലായാലും ഏത് മേഖലയിലും ഈ ഒരു കോമ്പൗണ്ടിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഈ ഒരു ട്വീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ 9ാമത്തെ ട്വീറ്റ് എന്ന് പറയുന്നത് പിക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് വിത്ത് ഹൈ ഇന്റലിജൻസ് എനർജി ആൻഡ് അബവ് ഓൾ ഇന്റഗ്രിറ്റി. അതായത് നമ്മൾ പാർട്ട്ണർ ചെയ്യുന്ന ആളുകൾ വളരെയധികം ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള, അതുപോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അതുപോലെ നല്ല രീതിയിൽ ഇന്റഗ്രിറ്റി കീപ്പ് അപ്പ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും അതുപോലെ പാർട്ട്ണർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ 10ാമത്തെ ട്വീറ്റിൽ പറയുന്നത് ഡോണ്ട് പാർട്ട്ണർ വിത്ത് സിനിക്സ് ആൻഡ് പെസിമിസ്റ്റ് ദെയർ ബിലീവ്സ് ആർ സെൽഫ് ഫുൾഫില്ലിംഗ് എന്നാണ്. അതായത് വളരെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എന്ത് കാര്യത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരുമായി ഒരിക്കലും പാർട്ട്ണർ ചെയ്യരുത്. കാരണം അവർ വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിനെ വളരെയധികം പുറകോട്ട് വലിക്കുകയും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഗ്രോത്തിനെയും നമ്മുടെ പൊട്ടൻഷ്യലിനെയും എല്ലാം തന്നെ നശിപ്പിക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് അടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലോങ് ടേമിൽ നല്ല രീതിയിലുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നാവൽ രവികാന്തിന്റെ വൈറൽ ട്വീറ്റ് ത്രെഡ് ആയിട്ടുള്ള ഹൗ ടു ഗെറ്റ് റിച്ച് വിതൗട്ട് ഗെറ്റിംഗ് ലക്കി എന്ന് പറയുന്ന 39 ട്വീറ്റുകളിൽ നിന്നും ആദ്യത്തെ 10 ട്വീറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ ട്വീറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക.